ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡെലീഷ്യസ് ഡിഷസ്. ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ബ്രെഡ് വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഓരോ ബ്രെഡുകളായിട്ട് വെച്ചിട്ട് രണ്ട് ഭാഗവും ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ മൊത്തം ഒരു 10 ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് രണ്ട് ഭാഗവും ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ നെയ്യാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ ബട്ടറോ അതല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നെയ്യിലും ബട്ടറിലൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റും കൂടി ഉണ്ടാവും. ടോസ്റ്റ് ചെയ്തതിന് ശേഷം ഈ ബ്രെഡുകളൊക്കെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു സോസ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 2 മീഡിയം സൈസിലുള്ള തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. അപ്പോൾ ഞാനൊരു 6 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂണ് മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ലൈറ്റിങ്ങിൻ്റെ മൊബൈലിൻ്റെ ഫ്ലാഷ് അടിക്കുന്ന കാരണമാണ് കേട്ടോ ഇത് മഞ്ഞൾപ്പൊടി പോലെ തോന്നുന്നത്. പിന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂണ് സുർക്കയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലോണം ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ ഇവിടെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഒരു പാൻ ചൂടാക്കിയിട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി 2 മീഡിയം സൈസിലുള്ള സവാളയാണ് കേട്ടോ ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അത് നല്ല ചെറിയ പീസുകളാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നല്ലോണം വഴറ്റിയിട്ട് കുഴഞ്ഞു പോകുന്നു വേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് സോഫ്റ്റായാൽ മാത്രം മതി. ആ സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള സോസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യമുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനൊരു 2 നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഈ ചേർത്ത മസാലയുടെ ഒക്കെ ഒന്ന് പച്ചമണം പോകുന്നത് വരെ നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്തിലേക്ക് ആവശ്യത്തിനുള്ള അത്രയും ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂണ് സോയാ സോസും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ ഈ മസാലയൊക്കെ ഒന്ന് നല്ലോണം വെന്ത് വരട്ടെ കേട്ടോ. ഇല്ലെങ്കിൽ ഒരു പച്ച ചോയ വരും. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇപ്പോൾ ഒരു 1/2 ടീസ്പൂണ് തന്നെ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഉണ്ടെന്ന് വെച്ചെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഓപ്ഷണലാണ് കേട്ടോ. ഇനി ഇതൊരു 2 മിനിറ്റ് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. മസാലപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ ടോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ പീസുകളൊക്കെ ഇതിലേക്കാണ്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഈ മസാല ഈ ബ്രെഡിൽ നല്ലോണം ആവുന്ന രീതിയിൽ ഒന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം മിക്സായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള എരിവും അതുപോലെ തന്നെ ആ ബ്രെഡിൻ്റെ മധുരവും ആ ടൊമാറ്റോ സോസിൻ്റെ പുളിപ്പൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാനും പറ്റും. ഒരു 5 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കാം. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മടിക്കണ്ട. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. എങ്കിൽ മാത്രമേ ഇനി നല്ല നല്ല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇനി അടുത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.